Hi, I'm Dr. Abhilash Anand, consultant physician and diabetologist, internal medicine, Indira Gandhi Hospital. In the topic is about continuous glucose monitoring, CGM എന്ന് പറയും. അത് മാർക്കറ്റിൽ വന്നിട്ട് ഒരു ഓൾമോസ്റ്റ് 3 to 4 years ആയി. മെയിൻലി ബിക്കോസ് ഓഫ് എക്സ്പെൻസും അവൈലബിലിറ്റിയും പ്രശ്നമായതുകൊണ്ട് ഇതുവരെ ആരും അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല. ഇപ്പോൾ പക്ഷേ മാർക്കറ്റിൽ കുറച്ചുകൂടെ അതിൻ്റെ കോസ്റ്റ് കുറഞ്ഞിട്ടുണ്ട്, ഈസ് ഓഫ് യൂസ് കൂടിയിട്ടുണ്ട്, അവൈലബിലിറ്റിയും കൂടിയിട്ടുണ്ട്. അപ്പം നമ്മുടെ നോർമൽ പോപ്പുലേഷനും അതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് എടുക്കാൻ പറ്റും. ഫസ്റ്റ് തിങ്, എന്താണ് കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്ററിങ്? കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്ററിങ് ആസ് ഇറ്റ്സ് ഷോൺ ഇൻ ദ പിക്ചർ ഒരു ചെറിയ സെൻസറാണ്, ഒരു കോയിൻ സൈസ് സെൻസർ. അത് മോസ്റ്റ്ലി ആം സൈഡിലാണ് വെക്കുന്നത്. 14 ഡേയ്സിനുള്ള സെൻസറാണ്. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഷുഗർ നോക്കും. നമ്മൾ പൊതുവെ വീട്ടിലുള്ള അക്യുചെക്ക് മെഷീൻ വെച്ച് ഈ റാൻഡം ഷുഗർ നോക്കുന്നത് 3 times 4 times അല്ലെങ്കിൽ 5 times നോക്കുമെങ്കിൽ ഇത് നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് സ്റ്റേസ് ഓൺ ദി ആം. കണ്ടിന്യൂസ് ആയിട്ട് എവറി മിനിറ്റ് ഇത് റിഫ്രഷ് ചെയ്ത് ഷുഗർ ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഇറ്റ്സ് യൂസ് ഓൺ ദ ഫോറാം. ഒരു സെൻസർ കംസ് ഫോർ 14 days. ഓൾഡർ സെൻസേഴ്സ് റീഡറിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ 1 in 7 days നമുക്ക് അതിൻ്റെ ഫുൾ റീഡിങ് എടുക്കാൻ പറ്റും. അതിൻ്റെ ഗ്രാഫ് ആസ് ഷോൺ ഇൻ ദ പിക്ചർ ഇങ്ങനെ ഗ്രാഫ് വരും. പക്ഷെ അത് 1 in 7 days ആയിരുന്നു. ഇപ്പം വരുന്ന സെൻസേഴ്സ്, ദാറ്റ് ഈസ് ഒരു വർഷമായിട്ട് മാർക്കറ്റിൽ വന്നിരിക്കുന്ന സെൻസേഴ്സ് നമ്മുടെ ഫോൺ കൊണ്ട് തന്നെ അപ്ലോഡ് ചെയ്ത് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് റിയൽ ടൈമായിട്ട് ഷുഗർ ലെവൽസ് കാണാൻ പറ്റും. അപ്പം ഇനി മുതൽ ഈ കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്ററിങ്ങിൻ്റെ ഒരു ഫ്യൂച്ചർ എന്ന് പറയുന്നത് റിയൽ ടൈം നമുക്ക് ഇൻസുലിൻ വീട്ടിൽ ഇരുന്ന് തന്നെ, അതിന് പേഷ്യൻ്റെ അഡ്മിഷനോ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ സ്റ്റേയോ ആവശ്യമില്ല, വീട്ടിൽ ഇരുന്ന് തന്നെ അപ്ലോഡ് ചെയ്ത് ഒത്തിരി കൂടുകയോ അല്ലെങ്കിൽ ഒത്തിരി കുറയുവാണെങ്കിലും ഡോക്ടറിൻ്റെ സിസ്റ്റത്തിനകത്ത് അത് ഫ്ലാഗ് ചെയ്ത് വരും. ഇതുകൊണ്ടുള്ളൊരു ഗുണം എന്ന് പറഞ്ഞാൽ 3 നേരം 4 നേരം ഇൻസുലിൻ എടുക്കുന്ന പേഷ്യൻസിന് കറക്റ്റായിട്ട് ഗേജ് ചെയ്ത് നമുക്ക് ഷുഗർ കൺട്രോൾ വിത്തിൻ എ ഫ്യൂ ഡേയ്സ് തന്നെ കൊണ്ടുവരാൻ പറ്റും. ഇതിൻ്റെ ഇപ്പോഴും ഉള്ള ഒരു ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പെൻസ് തന്നെയാണ്. ഒരു സെൻസറിന് ഓൾമോസ്റ്റ് 5,000 to 6,000 വരുന്നുണ്ട്. പക്ഷേ കമ്പാരിറ്റീവ് ടു ഹോസ്പിറ്റൽ സ്റ്റേ ഐ ഫൈൻഡ് ഇറ്റ് ടു ബി ചീപ്പർ. ഇനി ആർക്കൊക്കെയാണ് ഇത് ഉപയോഗിക്കാൻ പറ്റുന്നത്? പൊതുവെ ഞാൻ അറ്റ് പ്രസൻറ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്, ആദ്യമായിട്ട് ഡയബറ്റീസ് കണ്ടുപിടിക്കുക അല്ലെങ്കിൽ HbA1c 10 മേളിലൊക്കെ ലൈക്ക് അൺകൺട്രോൾഡ് 12, 11 ഒക്കെ വന്നു വെച്ച് ഇൻസുലിൻ സ്റ്റാർട്ട് ചെയ്തിട്ടും ശരിയാവുന്നില്ല. അങ്ങനെയുള്ളവർക്ക് നമ്മൾ ഈ ഗ്ലൂക്കോസ് മോണിറ്ററിങ് ആദ്യമായിട്ട് ഷുഗർ കണ്ടുപിടിച്ചിട്ട് നമുക്ക് ഇൻസുലിൻ സ്റ്റാർട്ട് ചെയ്യണം, പക്ഷേ പേഷ്യൻറ്റിന് അഡ്മിഷൻ താല്പര്യമില്ല, വീട്ടിൽ തന്നെ നിന്ന് ചെയ്യണം. ഇങ്ങനെയുള്ള പേഷ്യൻസിനും ഇത് വളരെ ഹെൽപ്ഫുള്ളാണ്. മൂന്നാമത്തെ ടൈപ്പ് പേഷ്യൻസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അൺകൺട്രോൾഡ്, ഇൻസുലിനുണ്ട്, ടാബ്ലറ്റ്സ് എടുക്കുന്നുണ്ട്, ഡയറ്റ് നോക്കുന്നുണ്ട്, പക്ഷേ ഇത് ഷുഗർ ഇസ് നോട്ട് കൺട്രോൾഡ്. അപ്പോൾ അവർക്ക് ഏത് മീലാണ് കൂടുതൽ ആകുന്നതെന്ന് അറിയാൻ, അല്ലെങ്കിൽ എപ്പോഴാണ് ഷുഗർ കൂടുന്നതെന്ന് അറിയാൻ, അല്ലെങ്കിൽ ഷുഗർ എപ്പോഴാണ് കുറയുന്നത്. ചിലർക്ക് ഉറങ്ങിക്കിടക്കുമ്പോൾ ഷുഗർ ഒത്തിരി കുറഞ്ഞു പോകുന്നുണ്ട്. അത് അന്നേരം ആരും എടുത്ത് ഷുഗർ നോക്കാറില്ല. ബട്ട് വിത്ത് ദിസ് നമുക്കറിയാൻ പറ്റും. രാവിലെ 3 മണി 4 മണിക്കൊക്കെ ഷുഗർ കുറയുന്നുണ്ടെങ്കിൽ ഈ കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്ററിങ് വളരെ ഹെൽപ്ഫുള്ളാണ്. പിന്നെ എത്ര കാലം ഉപയോഗിക്കാം? ഏതൊരു ഷുഗർ പേഷ്യൻറ്റിനും ഇഫ് അഫോർഡബിൾ ഉപയോഗിക്കാവുന്നതാണിത് ടോട്ടൽ. പിന്നെ ഇതിൻ്റെ പ്രശ്നം, ഈ സെൻസർ എപ്പോഴും ബോഡിയെ കാണും. പിന്നെ സെൻസറിൻ്റെ ഒരു നെഗറ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സെൻസർ ഒരു പ്രാവശ്യം വീഴുവോ അല്ലെങ്കിൽ സ്കിന്നിൽ നിന്ന് പുറത്ത് വരുവോ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ സെൻസർ റീയൂസ് ചെയ്യാൻ പറ്റത്തില്ല. സോ ഇതതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. യൂഷ്വലി നമ്മൾ പേഷ്യൻസിന് ഒരു പ്രാവശ്യം ഷുഗർ കൺട്രോൾ ആയി കഴിഞ്ഞാൽ, പുതിയ പേഷ്യൻസിന് ഷുഗർ കൺട്രോൾ ആയി കഴിഞ്ഞാൽ ദാറ്റ് ഈസ് വിത്തിൻ 14 days പിന്നെ സെൻസറിൻ്റെ ആവശ്യം വരുന്നില്ല. അഫോർഡബിൾ പേഷ്യൻസ് ഡെഫിനറ്റ്ലി ദേ ക്യാൻ കണ്ടിന്യൂ യൂസിങ്. എവറി 14 days ഓൾമോസ്റ്റ് 6,000 ആയിട്ട് വരുന്നുണ്ട്, വിച്ച് ഇസ് നോട്ട് ടു എക്സ്പെൻസീവ്. ഈ GRBS ചെക്ക് ചെയ്യുന്ന, ഡെയിലി ചെക്ക് ചെയ്യുന്ന കോസ്റ്റ് വെച്ച് നോക്കിയാൽ അത്ര എക്സ്പെൻസീവും അല്ല. പിന്നെ ഈ പറഞ്ഞ പോലെ റിയൽ ടൈം ഉള്ളതുകൊണ്ട് നമുക്ക് ഷുഗർ കൺട്രോൾ. പിന്നെ ട്രാവലിംഗ് പേഷ്യൻസ് ആണോ, എല്ലാവർക്കും ഇത് ഹെൽപ്ഫുള്ളാണ്. അറ്റ് പ്രസൻറ്റ് ഇപ്പോഴത്തെ ഈ പുതിയ സെൻസേഴ്സിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോൺ NFC ആക്ടിവേറ്റഡ് ഫോണാണെങ്കിൽ നമുക്ക് ഫോണിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ഇത് ഡെയിലി ഒരു 3 times or 4 times
ചുമ്മാ ഫോണൊന്നെടുത്ത് സെൻസറിൻ്റെ മേളിൽ വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആപ്പിനകത്ത് കയറുകയും ചെയ്യും. സെക്കൻഡ്ലി ഡോക്ടർ ഡെസ്കിലോട്ടും ഇത് അപ്ലോഡ് ചെയ്യും. സോ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് തന്നെ നോക്കാൻ പറ്റും നമ്മുടെ ഷുഗർ വേരിയേഷൻ എങ്ങനെയാണെന്നുള്ളത് ആപ്പിൽ കൂടെ. ഡോക്ടർ ഓൾസോ ക്യാൻ സീ ഇറ്റ്. എസ്പെഷ്യലി ഇഫ് യു ആർ ട്രാവലിംഗ്, യു കാൻ ഗെറ്റ് ഇൻ ടച്ച് വിത്ത് യുവർ ഡോക്ടർ ഇമ്മീഡിയറ്റ്ലി. ഇത് എപ്പോഴും ഒരു ഹെൽപ്ഫുൾ ഡീലാണ്, കാരണം ഇറ്റ്സ് ഓവർ ദ വെബ്. ഫൈനലി ദ ഡിസഡ്വാൻറ്റേജസ് ഫോർ ദിസ്: വൺ, കോസ്റ്റ്. സെക്കൻഡ്, നമ്പർ ഓഫ് സെൻസേഴ്സ് ദാറ്റ് they can't be reused. 3, NFC ഇല്ലെങ്കിൽ ഇത് ഫോണിൽ കൂടെ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ല, റീഡർ ഉപയോഗിക്കേണ്ടി വരും. അത് റീഡർ ഇസ് ഓൾസോ എക്സ്പെൻസീവ്. അത് അറൗണ്ട് 6,000 സംതിങ് ഇറ്റ്സ് കം. ഇതാണ് ഇതിൻ്റെ നെഗറ്റീവ്സ്. ബട്ട് അതർ ദൻ ദാറ്റ്, ഐ തിങ്ക് ഓൾ ഇൻ ഓൾ ദിസ് ഇസ് ദ ഫ്യൂച്ചർ ഓഫ് ഗ്ലൂക്കോസ് മോണിറ്ററിങ് റൈറ്റ് നൗ. പുതിയതായിട്ട് ഈ വാച്ചിനകത്തും ഒക്കെ സാംസങ്, ഐഫോൺ എല്ലാം വരുന്നുണ്ടെന്നാണ് ദ ന്യൂസ്. വിത്തൗട്ട് നീഡിൽ ബയോസെൻസറായിട്ട് വരുന്നുണ്ട്. ബട്ട് ടിൽ നൗ ഓൺലി വൺ ഹാസ് ബീൻ FDA അപ്രൂവ്ഡ്. ഒറ്റൊരു US കമ്പനിക്ക് മാത്രമേ വിത്തൗട്ട് നീഡിൽ അപ്രൂവ് ചെയ്തിട്ടുള്ളൂ. അത് ഇതുവരെ മാർക്കറ്റിൽ വന്നിട്ടില്ല. ഇൽ ടേക്ക് അബൌട്ട് 2 or 3 years. ഒത്തിരി സ്റ്റഡീസ് വേണ്ടി വരും. ഇത് ഏതായാലും ഒരു പ്രൂവൻ ഇതാണ്. ഇതിന് ഒത്തിരി സ്റ്റഡീസ് ഉള്ളതാണ്, പ്രൂവൺ ആണ്. സോ ഇറ്റ്സ് എ ബെറ്റർ മെത്തേഡ് ഓഫ് ഗ്ലൂക്കോസ് മോണിറ്ററിംഗ്. ഇത് ഇപ്പം CGM നമ്മൾ ഈ പറഞ്ഞ 2 പഴയ ടൈപ്പ് സെൻസേഴ്സ് ആണെങ്കിലും ഇത് ലേറ്റസ്റ്റ് സെൻസേഴ്സ് ആണെങ്കിലും ഇപ്പോൾ ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിൽ അവൈലബിൾ ആണ്. നമ്മൾ ഓൺ ഡെസ്ക് സെറ്റപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓൺ സൈറ്റ് പേഷ്യൻസിൻ്റെ ഫോണിലും ഇത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫോർ മോസ്റ്റ് പേഷ്യൻസ് ദാറ്റ് റിക്വയർ മോണിറ്ററിംഗ്. താങ്ക് യു.